എടാ എന്നാലും ഈ ജനങ്ങളെ നമ്മളോട് എന്തിനാടാ ഈ ചതി ചെയ്തത്? നമ്മളെ ജനങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചെയ്തത്. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങളുടെ കുടുംബശ്രീയിലെ ആൾക്കാരല്ലേ? അയ്യോ മിനി ചേച്ചി, അയ്യോ ചന്ദ്ര ചേച്ചി, എന്റെ ദൈവമേ എനിക്ക് വയ്യ. എന്നെ ആക്കിയുള്ള ചിരിയും കയ്യടിയും കണ്ടപ്പോ എനിക്ക് തോന്നിയതാ അങ്ങനെ 8 നില പൊട്ടുമെന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വീടിനടുത്തൊരു നമ്പർ ഉള്ളത് നല്ലതാ, മെമ്പർ ഉള്ളത് നല്ലതാ. ഏത് പാതിരാത്രിയിൽ ഒരു ആവശ്യം വന്നേ ഇറങ്ങി വരുമല്ലോ. അതിന് മെമ്പർ ആവണമെന്നില്ല, ഏത് പാതിരാത്രിക്ക് മാഷിനെ വിളിച്ചാലും മാഷ്. നീ ഉദ്ദേശിച്ചത്? ഞാൻ അതന്നെ ഉദ്ദേശിച്ചത്. ഒരനക്കങ്ങണ്ടാ അവിടെ ആരോ നമ്മുടെ തൊടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ കള്ളം വന്നേ, നാട്ടുകാരെ ഓടി വരണേ, ഞങ്ങളുടെ പരിചയത്തിൽ കള്ളക്കാരൻ വരുന്നേ, നാട്ടുകാരെ ഓടി വരണേ. നിന്ന് ആസ്വദിക്കാന്ന് വിളിച്ചു കൂടാ, നാട്ടുകാരെ ഓടി വരണേ. കള്ളം വന്നേ, കള്ളം വന്നേ, കള്ളം വന്നേ, കള്ളം വന്നേ, മാഷിന്റെ വീട്ടിൽ കള്ളം വന്നേ, മാഷിന്റെ വീട്ടിൽ കള്ളം വന്നേ. കള്ളം പോ, കള്ളം പോ, കള്ളപ്പോ, കള്ളപ്പോലെ കള്ളം പോ, കള്ളം പോ, കള്ളം പോ, കള്ളം. അല്ല ഇതെന്തോ ഇങ്ങനെ? അല്ല ഞാൻ ഈ മാഷിന്റെ കൂടെ കൂടിട്ട് മുദ്രാവാക്യം വിളിച്ച് ശീലിച്ചു പോയി, അതാണ്. അല്ല വിളിച്ചു കൂടാ. അയ്യോ പെരക്കത്തോട്ട് കയറി വരുന്നേ എന്റെ പൊന്നച്ചോ, പെട്ടെന്ന് കയറി വയ്യോ, അലറിയിട്ട് വയ്യേ, നാട്ടുകാരെ ഓടി വരണേ. എന്തുകൊണ്ടാ മാഷ് തോക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എല്ലാ കാര്യത്തിലും മാഷ്. അയ്യോ നാട്ടുകാരെ ഓടി വാ. എടി നിർത്തടി ഒന്നും. എന്താ നീ വെക്കണത്? നിങ്ങൾക്ക് വല്ല പനിയുണ്ടോ? ഇല്ല. പിന്നെ നീ മൂടി പറിച്ച് വരുന്നത്? എടി നാട്ടുകാരുടെ മുന്നിൽ ഞാൻ എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് വരികയാണ്. നീ വല്ല കാര്യം അറിഞ്ഞ എന്റത്? ഇല്ല. ഞാൻ പറഞ്ഞോ മാഷ് 8 നില പൊട്ടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങേറെ വായിന്ന് കേൾക്കുന്ന സുഖം നീ പറഞ്ഞ കിട്ടൂല. എന്തോ പറഞ്ഞത്? ഞാൻ 8 നില പൊട്ടിരിക്കുന്നു. എനിക്ക് വയ്യായി. ആരെവിടെ വന്ന് കൂവണത്? അത് കുയിലാണ്. കുയിൽ ഇന്ന് തെരഞ്ഞു പിടിച്ചു വന്ന് ഇവിടെ കൂവേണ്ട കാര്യം തന്നെ ഇരിക്കണം. ഞാൻ തോറ്റം നിറഞ്ഞിട്ടല്ലേ. ഞാൻ ഒരു പണി കളിച്ചുതരാം. അതെന്താ? കുയിലാണെങ്കിൽ തിരിച്ചൊരെണ്ണം ഇങ്ങോട്ട് വെക്കും, നമുക്ക് നോക്കല്ല. കൂവിലല്ല, അപ്പൊ അത് കുയിലല്ല, ഏതോ മയില. ക്ലബിൽ ചെന്ന് ഞാൻ എന്തെല്ലാം വാചകം അടിച്ചാന്നറിയാവോ? ഇനി മുതൽ ഞാൻ വെറും ഭാര്യയല്ല, മെമ്പറിന്റെ ഭാര്യയാണ്, മെമ്പറിന്റെ ഭാര്യയാണെന്ന്. ഇനി റബ്ബറിന്റെ ഭാര്യ എന്ന് പറയാം. മനസ്സിലായില്ല? നാട്ടുകാരൊക്കെ വലിച്ചല്ല അപ്പൊ പുള്ളിനെ. ഇവനെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോണം. ഇനി ഒരു ക്ഷമ, ഒരു നെല്ലി പലക ഞാൻ ഇവനെ ഇവിടെ നിർത്താൻ സമയത്തില്ല. പറഞ്ഞുവിടെ. സുഭദ്ര നീ എന്താണ് ഈ കാണിക്കണത്? നീ എന്റെ മുഖത്ത് നോക്കി കൈകൊണ്ട് സംസാരിക്കണം സുഭദ്ര. എന്താ പറ്റി കുട്ടി നിനക്ക്? അയ്യോ ഇത് ബഹുമാനക്കുറവുകൊണ്ടല്ല, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കൃത്യം 60 ഓട്ടാ ഞെക്കി പിടിച്ച് ഈ കൈ കൊണ്ടിട്ടത്. ഇനി പിന്നെ നീര് വീണത് പിന്നെ ഈ കൈ മടങ്ങൂല കേട്ടോ. പറഞ്ഞുവിട്, പറഞ്ഞുവിട്, പിന്നെ പറഞ്ഞുവിട്. ഫോണടിക്കുന്നുണ്ടല്ലോ. എടുക്കണ്ട, ആൾക്കാർ കൂക്കു വിളിക്കും. സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച കൊച്ച വിളിക്കണത്. മമ്പ്ര അതല്ലെന്ന് മോനെന്ന് വിളിച്ചതാ ഞാൻ. മോനെ പറയടാ. ഹലോ. മാഷ് തോറ്റല്ലേ? അതെ. സാരിയില്ല മാഷെ, ഞാൻ പ്രാർത്ഥിക്കാം. നാളെ വരുമ്പോ അച്ഛനെ അമ്മേനെ വിളിച്ചോണ്ട് സ്കൂളിൽ വന്നിട്ടാ. എന്തിനാ? ഞങ്ങള് തോക്കുമ്പോ മാഷ് അങ്ങനെയല്ലേ പറയണേ? അപ്പൊ വെക്കട്ടെ മാഷെ? ശരി ശരി. തോറ്റ മാഷെ. എന്തു പറ്റി? പിള്ളേരൊക്കെ അറിഞ്ഞ് സ്കൂളിലേക്ക് അല്ലണ്ടെന്ന്. അത് സാരമില്ല, കൊച്ചു പിള്ളേരല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോ അങ്ങ് മറന്നോളൂ. ഇല്ല, നിങ്ങൾ ഇവര് എന്നെ കുറിച്ച് അവിടെ പാട്ട് വരാൻ പാടുവന്ന്. എന്താ പാട്ട്? തോറ്റപ്പട്ടി തൊണ്ണനക്കി നാളെ മട തൊണ്ണനക്കാൻ എനിക്ക് പറ്റില്ല. ഇങ്ങനെ മിണ്ടാൻ നിന്നോ? ഞങ്ങളുടെ കുറച്ച് പൈസയൊക്കെ നീ ഇസ്കിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ വാർഡില് 1200 വോട്ടർമാരുണ്ടാ. നമ്മൾ ഈ നമ്മുടെ രാഷ്ട്രീയത്തിന് നമ്മളൊരു പ്രബന്ധം നടത്തിയല്ലോ. നിനക്ക് ടെൻഷൻ കാരണം നീ ടെൻഷൻ കാരണം ഞാൻ ഇതിനൊരു പേരുണ്ട്, ആ സ്ഥാനത്തിന് പേരുണ്ട്. ഓ അതായത് പ്രകടനത്തിന്റെ. എനിക്ക് അറിയാമോ രാഷ്ട്രീയ സംഭവം അറിയില്ല, എനിക്ക് സാധനം അറിയാൻ പാടുള്ളൂ. ഒരു പേരെടുത്ത് എനിക്ക് അറിയാം. അപ്പൊ ഈ പ്രകടനത്തിൽ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഈ സംഭവം, അതായത് നമ്മൾ സദ്യ നടത്തി കൃത്യം 10,000 1000 പേര് വന്ന് സദ്യ ഉണ്ടായിരുന്നു. ഇല ഞാൻ എണ്ണിയായിരുന്നു. ഇല എണ്ണിയപ്പോ ഞാൻ ഓർത്ത് നമ്മൾ ജയിച്ചെന്ന്. പക്ഷെ വോട്ടുണ്ടപ്പോ നമ്മൾ തോറ്റായിരുന്നു. ആകെ 60 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വയ്യ, നീ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. നിന്റെ കൂട്ടുകാരന്മാര് കള്ളു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നീ കുറച്ച് പൈസ എടുത്തോണ്ട് പോയില്ലടാ. അങ്ങനെ പറയല്ലേ. വോട്ടിന്റെ തലേദിവസം ഞാൻ എന്റെ കൂട്ടുകാരന്മാർക്ക് കള്ളു കൊടുത്ത് അവര് നേരം വെളുക്ക് വരെ മണക്കാന്ന് പറഞ്ഞ കള്ളും കുടിച്ച് കിടന്നുറങ്ങി. ഇതിപ്പോ കുറച്ചുമ്പോ വിളിച്ച് പറയണേ ഞങ്ങളെപ്പോഴാ വോട്ട് ചെയ്യാൻ വരണ്ടെന്ന്. ഞാൻ പറഞ്ഞു വോട്ടിന് സമയം കഴിഞ്ഞു. നിന്റെ കൂട്ടുകാരല്ലേ അങ്ങനെ തന്നെ ചെയ്യും. നീ പ്രവർത്തിക്കണമായിരുന്നു, നല്ല പോലെ നീ പ്രവർത്തിക്കണമായിരുന്നു. മാഷ പറഞ്ഞോട്ടെ, ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. നീ ഞാൻ ജയിക്കാൻ വേണ്ടി ഒരു പാരഡി ചെയ്യാൻ പറഞ്ഞു. നീ പാരഡി ചെയ്താ? നീ പാരഡി പാട്ടില്ല, ഞാൻ എപ്പോഴും പോക്കറ്റ് കൊണ്ട് നടക്കണേ. പോക്കറ്റ് കൊണ്ട് നീ ഒന്ന് പാടിക്കോ, ഞാൻ കേട്ടെ. നീ എന്ത് പാട്ടാ പാടുന്നത് കേട്ടോ? കൊട് കൊട് വോട്ട് കൊട് സാബു മാഷിന് വോട്ട് ചെയ്യോ. ഓ സാബു, ഓ സാബു, പൊട്ടറ്റ 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 സാബു. പൊട്ടറ്റ സാബു പിന്നെ എങ്ങനെ ഞാൻ ജയിക്കും? പൊട്ടറ്റെന്ന് പറഞ്ഞ അവൻ അങ്ങോട്ട് പറഞ്ഞു പഠിക്കുന്നത്. അയ്യ അങ്ങനല്ല, ഈ പൊട്ടറ്റെന്ന് പറഞ്ഞ കിഴങ്ങാണല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. പാരഡിയെ പോയി അനൗൺസ്മെന്റിലെങ്കിലും പിടിച്ചു നിന്നൂടായിരുന്നോ? എന്താ മാഷ അനൗൺസ്മെന്റ് ഞാൻ പിടിച്ചിരുന്നില്ലെന്നാ. ഞാൻ നാട്ടിൽ അനൗൺസ്മെന്റ് അറിയുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ കണ്ണിലുണ്ണി ഇതാ ഈ വഴിത്താരെ ധന്യമാക്കി കടന്നു വരും ഞാൻ പറഞ്ഞായിരുന്ന ഞാൻ. എന്നിട്ട് ആ കണ്ണിലുണ്ണിനെ നാട്ടുകാർ പൊട്ടിച്ചില്ലേ?
നമ്മുടെ കണ്ണിലൊരു ഉണ്ണി നമ്മൾ എന്താ ചെയ്യാ? പൊട്ടിച്ച് കളയും. അതേ നാട്ടുകാരും ചെയ്തോളൂ. ഉവ്വ. എടാ നിന്നോട് പറഞ്ഞായിരുന്നു നല്ല വൃത്തിയായിട്ട് ഫ്ലെക്സ് അടിക്കണമെന്ന്. ഫ്ലെക്സ് അടിക്കാൻ നീ എന്തുവാ ചെയ്ത് കൂട്ടിയത്? ഇത് കണ്ടോ, ഞാൻ ഫ്ലെക്സ് അടിച്ചേക്കാണത്. അത് ഞാനും കൂടി ഇരുന്നിട്ട് അങ്ങനെ അടിച്ചത്. നീ ഒറ്റയ്ക്ക് പോയി ഒരു ഫ്ലെക്സ് അടിച്ചോണ്ട് വന്നായിരുന്നു. അതോ നാണം കെട്ട് അവിടോട്ട് മാറിയിരിപ്പുണ്ട്. ഞാൻ കാണിക്കാം. എന്താണ് ഈ ഫ്ലെക്സിന് ഇപ്പൊ എന്താ കുഴപ്പം? ഇത് ഒരു കുഴപ്പമില്ലാത്ത ഫ്ലെക്സ് ആണ്. ഇതെന്നെ കുഴപ്പം? ഇതെന്നെ കുഴപ്പം? എന്താ? ഓ കിഴങ്ങനെ സാബു ചിഹ്നത്തിൽ വിജയിപ്പിക്കുക. മാറ്റർ ഉണ്ടോ അതിനകത്ത്? നമ്മുടെ ചിഹ്നം ഏതാ? കിഴങ്ങ്. ആരാ മത്സരിക്കണത്? സാബു. സാബു ആണല്ലോ. മാത്രെല്ലാം ഉണ്ട്. ഇങ്ങനാണോടാ പൊട്ടാ ഫ്ലെക്സ് അടിക്കുന്നത്? ശരി, ഫ്ലെക്സ് വേണ്ട. ഇത് നമ്മുടെ പാർട്ടി അല്ലാണ്ട് വേറെ പാർട്ടിക്കാരൊക്കെ മതിൽ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നോട്ടീസ് ഒട്ടിക്കാൻ പറ്റിയില്ല. നോട്ടീസ് ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ഒട്ടിക്കാനത്? നോട്ടീസ് തന്നില്ല. എടി എന്താടി നീ നോട്ടീസ് കൊടുക്കാനത്? അത് നോട്ടീസ് വെറുതെ പാഴാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയായിരുന്നു. അലമാരത്ത് വെച്ച് പൂട്ടാനായിട്ട് അത് പണമാണോ? നോട്ടീസ് അല്ലേ? നോട്ടീസ് എടുക്കാൻ പറ്റില്ല നിനക്ക്. പൊട്ടി പൊട്ടി ചിഞ്ചിലം പൊട്ടി 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 ചിഞ്ചിലും പൊട്ടി പെട്ടി തുറന്നപ്പോ സാബു മഞ്ഞട്ടി പെട്ടി തുറന്നപ്പോ സാബു മഞ്ഞട്ടി. എവിടെ പോയി ഓ സാബു എവിടെ പോയി? എവിടെ പോയി ഓ സാബു എവിടെ പോയി? ഇവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ കാണാം. അവള് വിളിച്ച് അവരൊക്കെ കൂടി ഇങ്ങോട്ട് വിളിച്ച് കയറ്റണം എന്തിനാ? എന്റെ പൊന്നു മനുഷ്യ മൈക്ക് കൂടെ 4 ആൾ അറിയുന്നതിനൊക്കെ നല്ലല്ലോ വീട്ടിലോട്ട് വലിഞ്ഞു കയറി അവര് അടക്കം പറഞ്ഞിട്ട് പോകുന്നത്. അതെ, ഞാനൊരു കാര്യം വേണ്ടേ, നമ്മുടെ സെക്രട്ടറിയെ വിളിച്ചായിരുന്നു കേട്ടോ. അതെ മാഷെ, ഈ സെക്രട്ടറിയുടെ അപ്പനല്ലേ പെൻഷൻ അനുവദിച്ചു കൊടുക്കാനോട് എന്തെങ്കിലും മേടിച്ചായിരുന്ന? മേടിച്ചായിരുന്നു. പൈസ മേടിച്ചായിരുന്നു. പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാൻ പറ്റില്ല. എന്താ? അവർക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. അക്കൗണ്ട് ഇല്ല. അത് എന്റെ അക്കൗണ്ടിലാണ് കിടക്കണത്. ആണോ? അപ്പൊ കൊടുത്തില്ല പുള്ളിക്കത്? കൊടുത്തില്ല. എന്താ കൊടുക്കാത്തത്? EMI പിടിച്ച്. എന്താണ് EMI പിടിച്ച്? ഈ അമ്മായി പിടിച്ചു കാണും അല്ലേ? ഈ അമ്മായി പിടിച്ചു കാണും. അതാണ് നീ എന്റെ മുഖത്ത് നോക്കി തനിയാവർത്തനം പറയുന്നോടാ. തർക്കുത്തരം പറഞ്ഞത്. അതെ, അത് പറയുന്നോടാ. അല്ല കുറെ നേരം അതിലൂടെ നിന്ന് കറങ്ങാൻ തുടങ്ങിട്ട് ഇറങ്ങണില്ലേ? ഇറങ്ങണം. അതാ ഇറങ്ങണമെന്ന്. ഇറങ്ങ്. അല്ല ഞാനല്ല, നിങ്ങൾ ഇറങ്ങണ്ടേ? ഞങ്ങളോ? അത് കൊള്ള മാഷ പറഞ്ഞു കൊടുത്തില്ല ഇപ്പൊ കാര്യങ്ങള്. ഇത് നമ്മുടെ ഈ വോട്ടിന് അനുബന്ധിച്ചിട്ടുണ്ടല്ലോ, ഞാനും മാഷും തമ്മിലൊരു ബെറ്റ് വെച്ചു. മാഷ് എങ്ങാനും വോട്ടെടുപ്പിൽ തോറ്റു കഴിഞ്ഞാ ഈ വീടും പുറത്ത് കിടക്കുന്ന കാറും എനിക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. മാഷ് തോറ്റു, ഈ വീടും കാറും എനിക്കുള്ളതാണ്. നിങ്ങൾ ഇറങ്ങും. ആരോട് ചോദിച്ചിട്ടാ എന്റെ പൊന്നു മനുഷ്യ ഈ വീടും കൂടുമല്ല അങ്ങർക്ക് ബെറ്റിൽ കൊടുത്തത്? നീ എന്തിനാണ് ടെൻഷൻ അടിക്കണത്? അടുത്ത ഇലക്ഷൻ ഇങ്ങോട്ട് വരികയല്ലേ? അപ്പൊ ഞാൻ വീണ്ടും മത്സരിക്കും, ഞാൻ ജയിക്കും. അപ്പൊ നമുക്ക് ആ കാറും വീടും ഇങ്ങോട്ട് തിരിച്ചെടുത്താ പോരെ? നിങ്ങൾ തോറ്റാലോ? നിന്റെ വീട് സ്ഥലവും നമ്മൾ അങ്ങോട്ട് വിൽക്കും. തെറ്റാണ്. ഓക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.